ഹായ് ഫ്രണ്ട്സ്, കേരള PSC പരീക്ഷകളിൽ മാത്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ ഈ ക്ലാസ് ഒന്ന് മുഴുവൻ കാണൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എളുപ്പമാണ്, നിങ്ങളൊന്ന് ശ്രമിച്ചാൽ മാത്സ് നിങ്ങളുടെ കയ്യിൽ പോരും. ഒരു ചോദ്യം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ മാത്സ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യം നോക്കൂ, ഈ അടുത്ത കാലത്ത് PSC ചോദിച്ചതാണ്. യഥാക്രമം 10, 15, 24 യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങണം. അതായത് 10 മിനിറ്റ്, 15 മിനിറ്റ്, 24 മിനിറ്റ് ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് 3 മണിയും ഒന്നിച്ച് മുഴങ്ങാൻ തുടങ്ങും. പിന്നെ ഒന്ന് 8:10-നാവും, ഒന്ന് 8:15-നാവും, ഒന്ന് 8:24-നാവും. അങ്ങനെയല്ലേ മുഴങ്ങുക? അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്കാണ്? ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് എത്ര മണിക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അത് 10 മണി എന്നുള്ളതാണ് ആൻസർ. എങ്ങനെയാണ് കിട്ടുന്നത്? ഇങ്ങനെ വരുന്ന ഒരു ചോദ്യം. എങ്ങനെയാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്? ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചോദ്യം വ്യത്യസ്ത ഇടവേളകൾ തരുന്നു. വ്യത്യസ്ത ഇടവേളകൾ, ഇതാണ് ആ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വ്യത്യസ്ത ഇടവേളകളാണ്. അവ ഒരുമിച്ച് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ കാണേണ്ടത് LCM ആണ്. ഇവിടെ ഈ ചോദ്യത്തിൽ കാണേണ്ടത് നിങ്ങൾ എന്താണ്? LCM ആണ് നിങ്ങൾ ഈ ചോദ്യത്തിൽ കാണേണ്ടത്. നമുക്ക് ഈ ചോദ്യം നോക്കാം. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇവിടേക്ക് ഒന്ന് കോപ്പി ചെയ്യട്ടെ. അതായത് ഈ ചോദ്യം എന്ന് പറയുന്നത് 10, 15, 24 മിനിറ്റ് ഇടവേളകളിലാണ് അവ മുഴങ്ങുന്നത്, അല്ലേ? എത്ര മിനിറ്റ് ഇടവേളകളിലാണ് മുഴങ്ങുന്നത്? 10, 15, 24 മിനിറ്റ് ഇടവേളകളിലാണ് അവ മുഴങ്ങുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ യഥാക്രമം 10, 15, 24 മിനിറ്റ് ഇടവേളകളിലാണ് 3 മണികൾ മുഴങ്ങുന്നത്. ഇതിൻ്റെ LCM ആണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ 10, 15, 24 എന്നിവയുടെ LCM കാണാൻ നമ്മൾ സിമ്പിൾ വഴിയാണ്. 10, 15, 24 അതിൻ്റെ LCM കാണാൻ 10, 15, 24. 10ലും 15ലും 24ലും പോകുന്ന ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് നോക്കുക. LCM കാണാനുള്ള വഴിയാണ് പറയുന്നത് 2 ആണ്. 5, 2, 10. 15ൽ അഭാജ്യ സംഖ്യ പോവില്ല. 24ൽ 2 12 പ്രാവശ്യം. ഇനി 5, 15, 12 ഇതിൽ പോകുന്ന മറ്റൊരു അഭാജ്യ സംഖ്യയാണ് 5. 1 5 5, 3 5 15. 12ൽ 5 പോവില്ല, അപ്പോൾ അത് നേരെ താഴത്തേക്ക് ഇറക്കിയിട്ടാൽ മതി. 1 3 12ൽ പോകുന്ന അഭാജ്യ സംഖ്യ ഏതാണ്? 3 ആണ്. അപ്പോൾ 1 1 4. ഇനി ഇങ്ങനെ കിട്ടിയാൽ നിങ്ങൾ ഒരു സംഖ്യ മാത്രം, ബാക്കി എല്ലാം 1 ആണെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ LCM അഭാജ്യ സംഖ്യ കൊണ്ട് ഹരിക്കാൻ നിൽക്കണ്ട. അവിടെ നോക്കേണ്ടത് ഒരു സംഖ്യ മാത്രം ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്കിനി ഗുണിക്കാം. 2 5 10, 10 3 30, 30 × 4 120. ഇനി ഇതിൻ്റെ LCM കാണുന്നത് ഇതെടുത്ത് ഗുണിച്ചാൽ മതി. 2 × 5 × 3 × 4 120. ഇപ്പം നമ്മൾ ആദ്യ ഘട്ടം കഴിഞ്ഞു. ആദ്യ ഘട്ടം എന്തായിരുന്നു? ആദ്യ ഘട്ടം എന്ന് പറയുന്നത് LCM കാണലായിരുന്നു. എന്തിൻ്റെയാണ്? 10, 15, 24 മിനിറ്റ് ഇടവേളകളിൽ. ഇവ ഒന്നിച്ച് മുഴങ്ങുന്ന ഇടവേള ഇവിടെ യൂണിറ്റ് ശ്രദ്ധിക്കണം, ഇവിടെ മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ 120 മിനിറ്റ് ഇടവേളകളിൽ ഇവ ഒന്നിച്ച് മുഴങ്ങും. ആ 120 മിനിറ്റ് ഇടവേളകളിൽ ഒന്നിച്ച് മുഴങ്ങും. ഇത് ഒന്നിച്ച് മുഴങ്ങിയത് എപ്പോഴാ? 8 മണിക്കാണ് ഒന്നിച്ച് മുഴങ്ങിയത്. 8 മണിക്ക് മുഴങ്ങി. ഇനി വീണ്ടും 120 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഒന്നിച്ചു മുഴങ്ങും. അപ്പോൾ 8 മണി. ഇനി 120 മിനിറ്റിനെ നമ്മൾ മണിക്കൂറാക്കിയാൽ 120/60, അല്ലേ? 60 മിനിറ്റാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ എന്ന് കിട്ടി. 8 മണിയും 2 മണിക്കൂറും കൂടി കൂട്ടിയാൽ 10 മണിക്കാണ് ഇവ ഒന്നിച്ചു മുഴങ്ങുക. സോ ഇവിടെ 8 AM ആയതുകൊണ്ട്, രാവിലെ 8 AM ആയതുകൊണ്ട് ഇവിടെ രാവിലെ 10 AM. സോ സിമ്പിളാണ്. ചോദ്യം മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമേ ഉള്ളൂ ഇത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ഇതിന് സമാനമായ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. അവിടെ 20, 30, 40 എന്നീ സംഖ്യകളുടെ ലാസാഗു എത്രയാണ്? ഇവിടെ നേരെ ലാസാഗു ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലാസാഗു കാണാൻ വളരെ എളുപ്പമാണ്. ഇവിടുത്തെ ലാസാഗു വരിക 120 ആണ്. എങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ 20, 30, 40 നമ്മൾ 20, അതുപോലെ തന്നെ 30, 40 അതാണല്ലോ വരുന്നത്.
20, 30, 40. ഇപ്പം 20, 30, 40 എടുത്തു. ഇങ്ങനെ തന്ന എല്ലാ സംഖ്യകളിലും ഒരു സംഖ്യ പോവിച്ചാൽ തന്ന എല്ലാ സംഖ്യകളിലും പോണേ. അപ്പം നിങ്ങൾക്ക് കോമൺ ആയിട്ട് എടുക്കാം. 20, 30, 35 ആണെങ്കിൽ ഇവിടെ 10 എടുക്കാൻ പറ്റില്ല. കാരണം 20, 30, 35 എന്ത് പോവില്ല? 10 പോവില്ല. എല്ലാം കൂടി ലാസാക്ക് കാണുമ്പോൾ എല്ലാ സംഖ്യകളിലും ഒരു സംഖ്യ പോകുന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ഇവിടെ 2, 3, 4 എന്ന് കിട്ടി. ഇനി 2, 3, 4 പോകുന്ന അഭാജ്യ സംഖ്യ ഏതാ? 2. ഒരു 2, 2, 3 ഇറക്കിയിട്ടു, 4, 2, 2 പ്രാവശ്യം പോകും. ഇപ്പം ഈ താഴുള്ളതൊക്കെ അഭാജ്യ സംഖ്യയായി. അപ്പം പിന്നെ നമുക്ക് ഗുണിക്കാൻ തുടങ്ങാം. 10 ഇൻറ്റു പിന്നെ 2 ഇൻറ്റു പിന്നെ ഒന്നുകൊണ്ട് ഗുണിച്ചാൽ തന്നെയാണല്ലോ 3 ഇൻറ്റു പിന്നെ ഇവിടെ 2. 10 2 20, 20 3 60, 60 ഇൻറ്റു 2 120 എന്ന ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ. ഓരോ ട്രാഫിക് ലൈറ്റ് 45 സെക്കൻഡിലും മറ്റൊരു ട്രാഫിക് ലൈറ്റ് 75 സെക്കൻഡിലും മാറുന്നു. രാവിലെ 6 മണിക്ക് അവ ഒരുമിച്ച് മാറിയെങ്കിൽ അടുത്തതായി അവ എപ്പോൾ ഒരുമിച്ച് മാറും? ഇതിൻ്റെ ആൻസർ എത്രയാണ്? നേരത്തെ അതേ ചോദ്യമാണ്. ഇവിടെയും നമ്മൾ കാണേണ്ടത് എന്താണ്? ആദ്യം LCM കാണണം. അതായത് ഇടവേളകളിൽ ആവർത്തിച്ച് വരുന്ന വ്യത്യസ്ത കാര്യങ്ങൾ തന്ന് നിങ്ങളോട് എന്തു ചോദിക്കുകയാണ്? ഇടവേളകളിൽ ആവർത്തിച്ച് വരുന്ന വ്യത്യസ്ത കാര്യങ്ങൾ തരുന്നു. എന്നിട്ട് നിങ്ങളോട് എന്തു ചോദിക്കുന്നു? ഏതെല്ലാം ഒരുമിച്ചാണ്, എത്ര സമയം കഴിഞ്ഞിട്ടാണ് അവ ഒരുമിച്ച് മുഴങ്ങുക എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ നേരത്തേതുപോലെ തന്നെ ഉത്തരം കണ്ടാൽ മതി. ഇപ്പം ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രാഫിക് ലൈറ്റ് എന്ത് ചെയ്യുന്നു? 45 സെക്കൻഡിലും മറ്റൊരു ട്രാഫിക് ലൈറ്റ് 75 സെക്കൻഡിലും മാറുന്നു. രാവിലെ 6 മണിക്ക് അവ ഒരുമിച്ച് മാറിയെങ്കിൽ ഇനി നിങ്ങളോട് ചോദിക്കുന്നത് രാവിലെ 6 മണിക്ക് അവ ഒരുമിച്ച് മാറി, അങ്ങനെയാണെങ്കിൽ ഇനി എപ്പോഴാണ് അവ മാറുക? ഇപ്പം ഇവിടെ 45 സെക്കൻഡ്, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 75 സെക്കൻഡുകളാണ് ഇടവേളകൾ. ആ 2 ഇടവേളയുടെയും LCM കാണുക. 45, 75. ഇതിൽ പോകുന്ന അഭാജ്യ സംഖ്യ നിങ്ങൾക്കറിയാം 5 ആണ്. 9, 5, 45, 15, 5, 75. ഇനി 9ലും 15നും ആര് പോകും? 3 പോകും. 3, 3, 9, 5, 3, 15. ഇനിയിപ്പോൾ താഴത്ത് കിട്ടിയത് 3ഉം 5ഉം അഭാജ്യ സംഖ്യയാണ്. ഇനി ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. 5 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5. 5 3 9 ആണ്. 9 3 27 ആണ്. 27 ഇൻറ്റു 5 എന്ന് കിട്ടും നമുക്ക്, അല്ലേ? 27നെ 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടി? 135. ഇവിടെ സെക്കൻഡ് ആണ് എന്ന് തന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ LCM 135 ആണ്. അപ്പം 135 സെക്കൻഡ് കഴിഞ്ഞാൽ ഇനി അവ ഒരുമിച്ച് മാറും. അപ്പം 135 സെക്കൻഡ് കഴിഞ്ഞു. ഇനി 6 മണിക്കാണ് അവ എന്ത് ചെയ്ത്? ഒരുമിച്ച് മാറിയത്. അപ്പം 6 മണി കഴിഞ്ഞിട്ട് 135 സെക്കൻഡാണ്. 6 മണി പ്ലസ് 135 സെക്കൻഡാണ്. അപ്പം 135 സെക്കൻഡിനെ നമ്മൾ മിനിറ്റ് ആക്കി നോക്കി. 135നെ 60 കൊണ്ട് ഹരിച്ചാൽ മിനിറ്റ് ആയിട്ട് മാറും. 260 120 ആണ്. ബാലൻസ് എത്ര വന്നു? 15. ഇതിൻ്റെ അർത്ഥം എന്താ? 135 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റും 15 സെക്കൻഡുമാണ്. സോ അവിടെ അങ്ങനല്ലേ? 45, 75, 9 5 45, 15 5 75, 5 3 15, 15 3 45, 45 ഇൻറ്റു 5 ആയിട്ടാണ് ഇവിടെ കിട്ടുക. അവിടെ ഞാനെടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 5 3 15, 15 3 45. 45 ഇൻറ്റു 5 ആണ്. 45 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 5 25, 225 ആണ് ഇവിടെ വരിക. 225 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വരിക 360 180 എന്നാണ് വരിക. 235 180 പോയി കഴിഞ്ഞാൽ 235 180 പോയി കഴിഞ്ഞാൽ അവിടെ അല്ല 225 185 പോയി കഴിഞ്ഞാൽ 45 ആണ്. അതായത് ഇത് 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഇത് മിനിറ്റ് ആയിട്ട് കിട്ടും 6 കൊണ്ട് ഹരിച്ചപ്പോൾ. പിന്നെ ശിഷ്ടം സെക്കൻഡ് ആയിട്ട് വരും 45 സെക്കൻഡ്. ഇവിടെ ഉത്തരമുണ്ട്. എവിടെ കിടക്കുന്നു? 6 മണി 3 മിനിറ്റ് 45 സെക്കൻഡ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അവിടെയും എന്ത് വന്നു? AM എന്ന് തന്നെ വന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ചോദ്യം 0.003 ഇൻറ്റു 0.045 ഇൻറ്റു 0.009. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദശാംശ സ്ഥാനം ഒഴിവാക്കി ഗുണിക്കുക ഇത്തരം കണക്കുകളിൽ. അപ്പോൾ ഇവിടുത്തെ ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ 3 ആയി, ഇവിടുത്തെ ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ 45 ആയി, ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും അല്ലേ? ദശാംശ സ്ഥാനം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി 45-ൽ 9 5 പ്രാവശ്യം പോകും. അപ്പൊ 3 5 15 ആയി. ഇനി അംശത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? ഇവിടെ 3 ദശാംശ സ്ഥാനമുണ്ട്, ഇവിടെ 2 ദശാംശ സ്ഥാനമുണ്ട്. അപ്പൊ അംശത്തിൽ മൊത്തം 5 ദശാംശ സ്ഥാനമുണ്ട്. ഇനി ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1 2 3. അംശത്തിലെ ദശാംശ സ്ഥാനത്തിൽ നിന്ന് ഛേദത്തിലെ ദശാംശ സ്ഥാനം കുറച്ചാൽ നമുക്ക് 2 ദശാംശ സ്ഥാനം എന്ന് കിട്ടും. എന്താ ചെയ്തത്? അംശത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് എന്ന് നോക്കി, എന്നിട്ട് അത് കൂട്ടിവെച്ചു. ഛേദത്തിലും ഇതുപോലെ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് നോക്കുക, എന്നിട്ട് അംശത്തിൽ നിന്ന് ഛേദത്തിലെ ദശാംശ സ്ഥാനം കുറയ്ക്കുക, 2. ഈ 2 ദശാംശ സ്ഥാനം പിറകിൽ നിന്ന് നമുക്ക് ദശാംശ സ്ഥാനം ഒഴിവാക്കി കിട്ടിയ ഗുണനഫലത്തിൽ ചേർത്താൽ മതി. ഇവിടെ ദശാംശ സ്ഥാനം ഒഴിവാക്കി കിട്ടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 15 ആണ് ക്രിയ ചെയ്തു കഴിഞ്ഞപ്പോൾ. അത് പിറകിൽ നിന്ന് ഈ 2 ദശാംശ സ്ഥാനം മാറ്റിയിടുക, 1 2. സോ 0.15 എന്ന് ഉത്തരം കിട്ടും. സോ സിമ്പിൾ. അവിടെ ആൻസർ 0.15 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 0.2 ഇൻറ്റു 0.05 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 1 0.1. ആദ്യം ദശാംശ സ്ഥാനം ഒഴിവാക്കി ക്രിയ ചെയ്യുന്നു. 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഇനി അംശത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ 1 2 3 ദശാംശ സ്ഥാനം. ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1. അംശത്തിൽ നിന്നും ഛേദം കുറച്ചാൽ നമുക്ക് 2 ദശാംശ സ്ഥാനം എന്ന് കിട്ടി. ആ 2 ദശാംശ സ്ഥാനം ഈ 10-ൽ പിറകിൽ നിന്ന് മാറ്റിയിട്ടാൽ മതി. 10-ന്റെ പിറകിൽ നിന്ന് മാറ്റിയിടുമ്പോൾ 1 2 0.10 എന്ന് വരും. അവസാനത്തെ 0-ന് വിലയില്ല കേട്ടോ. 0-ന് ശേഷം പിന്നീട് സംഖ്യകൾ വരുന്നില്ല എങ്കിൽ ആ 0-ന് വിലയില്ല. അതുകൊണ്ട് ഉത്തരം എന്ത് കിട്ടും? 0.1. 0.1 ആണ് ഈ 0.1 എന്നും പറയുന്നത്. ഈസി അല്ലേ? 0.04 സ്ക്വയർ, ഇവിടെ സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ 0.008. ഈ സ്ക്വയർ കാണുമ്പോൾ ശ്രദ്ധിക്കുക, വർഗം കാണുമ്പോൾ ആ സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടായിരുന്നുവോ അതിൻ്റെ ഇരട്ടി ദശാംശ സ്ഥാനം വർഗത്തിലുണ്ടാവും. അതായത് 0.04 സ്ക്വയർ. നിങ്ങൾ ദശാംശ സ്ഥാനം ഒഴിവാക്കി 4-ന്റെ വർഗം കാണുക, 16. ഇനി ഇതിൽ എത്ര ദശാംശ സ്ഥാനം വരും? വർഗത്തിൽ ഉണ്ടാകുന്ന ദശാംശ സ്ഥാനം സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടായിരുന്നു? 2. ആ 2-ന്റെ ഇരട്ടി എത്രയാണ്? 4. ആ 4 ദശാംശ സ്ഥാനം പിറകോട്ട് നീക്കിയിടുക. ഇവിടെ 1 2 ദശാംശ സ്ഥാനേ കഴിഞ്ഞിട്ടുള്ളൂ, നമുക്ക് 4 എണ്ണം വേണം. അതിന് ഈ 2 ദശാംശ സ്ഥാനം കൂടിയും വേണം. അങ്ങനെ ഇല്ലാത്ത ദശാംശ സ്ഥാനത്തിന് 0 ചേർക്കുക, എന്നിട്ട് പോയിന്റ് ഇടുക. അപ്പൊ നമുക്ക് 0.0016 എന്ന് കിട്ടി. അപ്പൊ നമുക്കിപ്പോൾ ഈ സംഖ്യ എങ്ങനെയായി മാറി? 0.0016 ഡിവൈഡഡ് ബൈ 0.0008. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ എന്താക്കി മാറ്റുന്നു? ഇതിനെ ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കി ഹരിക്കുന്നു. 16/8 സമം എത്ര? 2. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് അംശത്തിൽ എത്ര ദശാംശ സ്ഥാനം? 1 2 3 4. ഛേദത്തിൽ എത്ര ദശാംശ സ്ഥാനം? 1 2 3 4. 4-ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 0. അപ്പോൾ ഒരു ദശാംശ സ്ഥാനവും മാറ്റണ്ട. അതുകൊണ്ട് ഉത്തരം എത്ര തന്നെ കിട്ടി? 2 എന്ന് തന്നെ കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 108 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയ്ക്ക് സമാനമാണ്. ഇവിടെ കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. നോക്കൂ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഓർത്തു വെക്കുക, 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ
നിങ്ങൾ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിൾ. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനോ അവിടെ നമ്മൾ ഗുണിക്കേണ്ടത് 18/5 ആണ്. ഇവിടെ കിലോമീറ്റർ പെർ മണിക്കൂറിനെ എന്താക്കിയാണ് മാറ്റേണ്ടത്? മീറ്റർ പെർ സെക്കൻഡ് ആക്കിയാണ് മാറ്റേണ്ടത്. അതായത് 108നെ നമ്മളിവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. 108നെ 18 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. സോ 6 × 5 30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 90 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയ്ക്ക് സമാനമായ മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ്? ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 5/18. അപ്പം 90നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. 90ൽ 18 5 പ്രാവശ്യം പോവും. 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഒരു കാർ 72 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 10 സെക്കൻഡിൽ ഈ കാർ എത്ര ദൂരം സഞ്ചരിക്കും? സെക്കൻഡിലാണ് നമുക്ക് കിട്ടേണ്ടത്. സെക്കൻഡിലാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്. ഇവിടെ വേഗത മണിക്കൂറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കിലോമീറ്റർ പെർ മണിക്കൂറിനെ ആദ്യം നമ്മൾ ഈ വേഗതയെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുന്നു. എന്തുകൊണ്ടാ? 10 സെക്കൻഡിൽ ഈ കാർ എത്ര ദൂരം സഞ്ചരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മണിക്കൂറിനെ സെക്കൻഡ് ആക്കി മാറ്റേണ്ടത്. അപ്പോൾ കിലോമീറ്ററിനെ മീറ്ററും ആക്കി മാറ്റുക. അപ്പോൾ 72 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു. 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 72ൽ 18 4 പ്രാവശ്യം പോകും. അപ്പം 4 × 5 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സെക്കൻഡിൽ അത് 20 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 10 സെക്കൻഡിലോ? 20 × 10. ഒരു സെക്കൻഡിൽ 20 മീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പം 10 സെക്കൻഡിൽ 20 × 10 200 മീറ്റർ എന്ന് ഉത്തരം കിട്ടി. അത്രേ സിമ്പിളാണ് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ. പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നാണ് ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജോലിയും ദിവസങ്ങളും തമ്മിൽ വിപരീതാനുപാതത്തിലാണ്. അത്രേ സിമ്പിൾ ഉള്ളൂ. എന്താണ് വിപരീതാനുപാതം, എന്താണ് സമാനുപാതം എന്ന് പറയാം. ആദ്യം നമുക്ക് ഈ ചോദ്യം ഒന്ന് കുറച്ചും കൂടി സ്ഥലം വേണം. അതുകൊണ്ട് ചോദ്യം ഒന്ന് നമുക്ക് നമ്മുടെ വൈറ്റ് ബോർഡിലേക്ക് എടുത്തു മാറ്റാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. നമുക്കതൊന്ന് വൈറ്റ് ബോർഡിലേക്ക് എടുത്തു മാറ്റി നമുക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. യെസ്, ഇപ്പം ഞാൻ റെഡിയാക്കി തരാം. ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്കൊന്നും കൂടി വിശദമായി ചെയ്യാം. യെസ്, നമുക്ക് നോക്കാം. 16 പുരുഷന്മാർക്ക് 16 പുരുഷന്മാരാണുള്ളത്. ആ 16 പുരുഷന്മാർക്ക് എന്ത് പറയുന്നു? 24 ദിവസം കൊണ്ട് 30 ദിവസം കൊണ്ട് ഒരു പണി പൂർത്തിയാക്കാൻ പറ്റും. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു പണി പൂർത്തിയാക്കാൻ സാധിക്കും. ഇതാണ് തന്നിട്ടുള്ളത്. 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു പണി പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 24 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ജോലിയും ദിവസങ്ങളും തമ്മിൽ വിപരീതാനുപാതത്തിലാണ്. എന്താണ് വിപരീതാനുപാതം? എന്താണ് വിപരീതാനുപാതം എന്ന് ഓർക്കുക. വിപരീതാനുപാതം എന്ന് പറഞ്ഞാൽ എ കൂടുമ്പോൾ ബി കുറയുന്നതിനെയാണ് വിപരീതാനുപാതം എന്ന് പറയാം. അപ്പൊ രണ്ട് സംഖ്യകളുണ്ട് വിചാരിക്കുക. A1 B1, അടുത്തത് A2 B2. ഇവിടെ A1 കൂടുമ്പോൾ B1 കുറയണം. അതായത് A1ൽ നിന്ന് A2ലേക്ക് കൂടുകയെന്ന് വിചാരിച്ചോളൂ. A1ൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ A2ലേക്ക് കൂടുകയാണെങ്കിൽ B1ൽ നിന്ന് B2ലേക്ക് കുറയുകയാണ് ചെയ്യുക. അതായത് A1നേക്കാൾ കൂടുതലാണ് A2 എങ്കിൽ B1. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ അപ്പോൾ എങ്ങനെയാണ് പറയുക? അതായത് നിങ്ങൾ വീട്ടിൽ 100 ഇഡ്ഡലി ഉണ്ടാക്കും. സോറി,
നിങ്ങൾ വീട്ടിൽ വിപരീതാനുപാതം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു. ശ്രദ്ധിക്കണേ, നേരനുപാതമല്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 100 ഇഡ്ഡലി ഉണ്ടാക്കി. എത്ര ഇഡ്ഡലി ഉണ്ടാക്കി? 100 ഇഡ്ഡലി ഉണ്ടാക്കി. എല്ലാ ദിവസവും 100 ഇഡ്ഡലി ഉണ്ടാക്കും. എത്ര ആളാണോ വരുന്നത് അവർക്കനുസരിച്ച് കൊടുക്കും. അപ്പം രാവിലെ ഇപ്പോൾ ഒരാൾ നിങ്ങൾ ഇപ്പോൾ 12-ാം തീയതി 10 ആൾ വന്നു, 10 ആളുകൾ വന്നു. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ഇഡ്ഡലി കൊടുക്കാൻ പറ്റും? 10 എണ്ണം കൊടുക്കാൻ പറ്റും. ഇനി 13-ാം തീയതി 5 ആളാണ് വന്നത്. അപ്പം 20 ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. കാരണം 10 × 10 ആണ് 100, 5 × 20 ആണ് 100. ഇനി 14-ാം തീയതി ഒരാളെ വന്നുള്ളൂ. അപ്പം അയാൾക്ക് തന്നെ നിങ്ങൾക്ക് 100 ഇഡ്ഡലിയും കൊടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? 10 × 10 100 ആണ്, 5 × 20 100 ആണ്, 1 × 20 100 100 ആണ്. അതായത് രണ്ട് സെറ്റ് ഓഫ് സംഖ്യകൾ വിപരീതാനുപാതത്തിലാണ്. A1-ഉം B1-ഉം A2-ഉം B2-ഉം വിപരീതാനുപാതത്തിലാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഫോർമുല A1 B1 = A2 B2 ആയിരിക്കും. സോ വിപരീതാനുപാതവുമായി ബന്ധപ്പെട്ട ഈ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക, എളുപ്പമാണ്. ഏതാണ്? രണ്ട് സെറ്റ് ഓഫ് ഫോർമുല എന്താണ്? എയും ബിയും വിപരീതാനുപാതത്തിലാണെങ്കിൽ AB എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇത് വിപരീതാനുപാതത്തിന്റെ കേസ്. എന്നാൽ നേർ അനുപാതമാണെങ്കിലോ? നേർ അനുപാതമാണെങ്കിൽ നേരെ തിരിച്ചാണ്. A/B ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടുത്തെ ചോദ്യത്തിൽ എങ്ങനെയാണ് വരുന്നത്? 16 പുരുഷന്മാർക്ക് 30 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. 24 പുരുഷന്മാരായാൽ 30 കുറയേ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ കൂടുമ്പോ ഇവിടെ എന്താ ചെയ്യുക? കുറയുന്നു. ഇവിടെ കൂടുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. കാരണം 16 ആൾക്കാർക്ക് 30 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കാൻ പറ്റുവെച്ചാൽ 24 ആൾക്കാർക്ക് അത്രയും ദിവസം വേണ്ട. അപ്പൊ അത് വിപരീതാനുപാതത്തിലാണ്. അപ്പൊ ഇവിടെ x എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 16 × 30, ഇതാണ് ഒരു സെറ്റ് ഓഫ് വാല്യൂ, സമം 24 × x. അപ്പൊ x ദിവസം, എത്ര ദിവസം വേണം 24 പേർക്ക് എന്ന് കാണാം. x കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 16 × 30 24 കൊണ്ട് ഹരിച്ചാൽ മതി. 16-ലും 24-ലും ആര് പോവും? 4 പോവും. എത്ര 4 പോവും? ഇവിടെ 4 4 16. പിന്നെ ഇവിടെ 6 4 24. 30-ലും 6-ലും 5 പോകും. ഇപ്പൊ 4 × 5 20 ഡേയ്സ് എന്ന് കിട്ടി. ഇതാണ് ആൻസർ. 20 ദിവസം. ക്ലിയർ ആണല്ലോ? 20 ദിവസം എന്ന് നമുക്ക് അവിടെ കിട്ടുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? അവിടെ 12 തൊഴിലാളികൾക്ക് ഒരു മതിൽ കെട്ടാൻ 8 ദിവസം വേണം എങ്കിൽ 4 ദിവസം കൊണ്ട് ആ മതിൽ കെട്ടാൻ എത്ര തൊഴിലാളികൾ വേണം? ഇവിടെ തൊഴിലാളി, എംപ്ലോയീസ്, ഇവിടെ ഡേയ്സ്. 12 തൊഴിലാളിക്ക് 8 ദിവസം വേണം. 4 തൊഴിലാളി എന്ന് പറയുമ്പോൾ 12-ന്ന് 4 കുറഞ്ഞു. തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞാൽ മതിൽ കെട്ടാൻ വേണ്ട ദിവസവും കൂടുകയാണ് ചെയ്യുക, അല്ലേ? അതായത് ആളുകളുടെ എണ്ണവും ഒരു ജോലി എടുക്കാൻ തമ്മിലുള്ള ദിവസവും തമ്മിൽ വിപരീതാനുപാതത്തിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ തന്നിട്ടുള്ളതല്ല. ഇവിടെ എംപ്ലോയീസ് തന്നിട്ടുണ്ട്, ഡേയ്സും തന്നിട്ടുണ്ട്. എംപ്ലോയീസും തന്നിട്ടുണ്ട്, ഡേയ്സും തന്നിട്ടുണ്ട്. ഇവിടെ 12 തൊഴിലാളികൾക്ക് 8 ദിവസം വേണം. 12 തൊഴിലാളിക്ക് 8 ദിവസം വേണം എങ്കിൽ 4 ദിവസം കൊണ്ട് തീർക്കാൻ 8 ദിവസത്തിന് 12 തൊഴിലാളിയാണെങ്കിൽ എന്തായാലും 4 ദിവസത്തിന് കൂടുതൽ തൊഴിലാളികൾ വേണം. അപ്പൊ ഇവിടെ ഡേ കുറയുമ്പോൾ എന്ത് കൂടും? എംപ്ലോയീസ് കൂടും. ഡേ കുറയുമ്പോൾ എംപ്ലോയീസ് കൂടും. അപ്പൊ ഇവിടെ എക്സ് ആണ് വരിക. സോ നമുക്ക് അവിടെ എന്താ വരിക? അവിടെ നമുക്ക് വരിക 12 × 8 = x × 4 എന്നാണ് വരിക, അല്ലേ? വിപരീതാനുപാതത്തിലാണ് ഇവിടെ. 12 × 8 = 4x. എക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 × 8-നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. 3 4 12. അപ്പൊ 3 × 8 24 എംപ്ലോയീസ് വേണം എന്നായി. അത്ര സിമ്പിളാണ് അതിൻ്റെ ചോദ്യം. ഒരു സൈനിക ക്യാമ്പിൽ 500 സൈനികർക്ക് 27 ദിവസത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാണ്. എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാണ്?
27 ദിവസത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാണ്. 3 ദിവസത്തിന് ശേഷം 300 സൈനികർ കൂടി ക്യാമ്പിലെത്തിയാൽ ബാക്കിയുള്ള ഭക്ഷണം എത്ര ദിവസം കൂടി മതിയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യവും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി വഴികളുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വൈറ്റ് ബോർഡിലേക്ക് ഒന്ന് എടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. യെസ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഇതും ഇതേപോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കിട്ടും. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളായി കിട്ടാവുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആ ചോദ്യം എന്തായിരുന്നു? കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് തോന്നും, പക്ഷെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചോദ്യം മനസ്സിലാക്കിയാൽ മതി. എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എത്ര സൈനികരുണ്ട്? ഒരു സൈനിക ക്യാമ്പിൽ 500 സൈനികർക്ക് 27 ദിവസത്തേക്കുള്ള എന്തുണ്ട്? 500 സൈനികർക്ക് 27 ദിവസത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാണ്. 3 ദിവസത്തിന് ശേഷം 300 സൈനികർ കൂടി വരും. 3 ദിവസം കഴിഞ്ഞാൽ എത്ര സൈനികർ കൂടി വരും? 300 സൈനികർ കൂടി വരും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭക്ഷണം എത്ര ദിവസം കൂടി മതിയാകും എന്നാണ്. ഇവിടെ സൈനിക ക്യാമ്പിലുള്ളത് 500 സൈനികരാണ്. അവർക്ക് 27 ദിവസത്തേക്ക് ഭക്ഷണം ലഭ്യമാണ്. 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര ദിവസം? 500 സൈനികർക്ക്, 500 പട്ടാളക്കാർക്ക് എന്തുണ്ടായിരുന്നു? എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു? 27 ഡേയ്സിനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. 27 ഡേയ്സിനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. അവിടെ 3 ഡേയ്സ് കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ 27 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ദിവസമായി. ഇനി 24 ഡേയ്സേ ഉള്ളൂ. 500 സൈനികർക്ക് ഇപ്പോൾ എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്? 24 ദിവസത്തേക്കുള്ള ഭക്ഷണമുണ്ട്. പക്ഷെ അപ്പോഴാണ് എന്ത് വരുന്നത്? 300 സൈനികർ കൂടി വരുന്നു. ഇപ്പൊ ഇവിടെ 300 സൈനികർ കൂടി വന്നു. അപ്പൊ എത്ര സൈനികരായി? 800 സൈനികരായി. അപ്പൊ എന്തായാലും 24 ദിവസത്തേക്കുള്ളതാവില്ലല്ലോ. 500 ആളുകൾക്ക് ഇപ്പൊ 24 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 800 ആളുകൾക്ക് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും? നിങ്ങൾക്കറിയാമല്ലോ, സൈനികരുടെ എണ്ണം കൂടുമ്പോൾ ദിവസങ്ങളുടെ എണ്ണം കുറയും. ഇത് വിപരീതാനുപാതത്തിലാണ്. ഇത് വിപരീതാനുപാതത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് 2 സെറ്റ് ഓഫ് വാല്യൂ കിട്ടുന്നുണ്ട്. ആ 2 സെറ്റ് ഓഫ് വാല്യൂ ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് 500 ആളുകൾക്ക് 24 ഡേയ്സ്, അങ്ങനെയാണെങ്കിൽ 800 ആളുകൾക്ക് എത്ര ഡേയ്സ്? ഇത് വിപരീതാനുപാതത്തിലായതുകൊണ്ട് 500 ഇൻറ്റു 24 സമം നമുക്ക് 800 ഇൻറ്റു എക്സ് എന്ന് പറയാം. എക്സ് കിട്ടാൻ 500 ഇൻറ്റു 24നെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 800 കൊണ്ട് ഹരിച്ചാൽ മതി. 2 പൂജ്യവും 2 പൂജ്യവും വെട്ടിപ്പോയി. 24ൽ 8 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. ഇപ്പൊ 5 ഇൻറ്റു 3 15 ഡേയ്സ് എന്ന് ഉത്തരം കിട്ടും. സോ ഇവിടെ ഉത്തരം കിട്ടി. അത് എത്രയാണ്? ഉത്തരം എന്ന് പറയുന്നത് 15 ദിവസമാണ്. അത്രയും സിമ്പിളാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി എന്ത് ചെയ്യുന്നു? ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്താൽ എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്ര സെന്റിമീറ്റർ ആണ്? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചോദ്യവും ഒന്ന് വിശദമായി ചെയ്യേണ്ടതുണ്ട്. ഈ ചോദ്യവും നമുക്കൊന്ന് വിശദമായി ചെയ്യേണ്ടതുണ്ട്. നമുക്കൊന്ന് ചെയ്യാം. ഞാനതൊന്ന് കോപ്പി ചെയ്യട്ടെ, അതുവരെ ഒന്ന് കാത്തിരിക്കൂ. ഇത് എന്താണ്? 3 ഡയമെൻഷണൽ ആണ്, അല്ലെ ത്രിമാന രൂപങ്ങളിൽ നിന്ന് വരുന്ന, 10ാം ക്ലാസ്സിലൊക്കെ പണ്ട് ത്രിമാന രൂപങ്ങൾ ഇപ്പോഴുമുണ്ട്, ആ രൂപങ്ങളിൽ നിന്ന് വരുന്ന കണക്കാണ്. ഓക്കെ, നമുക്കതിലേക്കൊന്ന് പോവാം. എന്താണ് ചോദ്യം എന്ന് നോക്കാം. എന്താണ് ചോദ്യം? ഒരു സൈനിക ക്യാമ്പിൽ 50 സൈനികർ, സോറി ചോദ്യം ഞാൻ മാറിയെടുത്തു കേട്ടോ. ഒരു മിനിറ്റ്, ആ ചോദ്യം നമ്മൾ ചെയ്തതാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്.
ചോദ്യം ഞാൻ മാറ്റി എഴുതി, അതുണ്ടായത്. ഇപ്പൊ ചെയ്തു. 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ റേഡിയസുമുള്ള ഒരു എന്തൊരുക്കുന്നു, ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഒരു ഗോളത്തിന്റെ രൂപത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എങ്കിൽ ആ ഗോളത്തിന്റെ ആരം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺ എന്താണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആദ്യം ഇതിനെയാണ് കോൺ എന്ന് പറയുന്നത്. നമ്മൾ ഈ കടലൊക്കെ പൊതിയില്ലേ, കടലൊക്കെ പൊതിയുമ്പോൾ രൂപം കിട്ടുന്നില്ലേ, വൃത്തസ്തൂപിക എന്നും പറയും. എന്തും പറയും? വൃത്തസ്തൂപിക എന്നും പറയും. അങ്ങനെ വൃത്തസ്തൂപികാകൃതിയിലുള്ള ഒരു കോൺ ഒരുക്കി അതിനെ എന്താക്കി മാറ്റി? ഒരു ഗോളമാക്കി മാറ്റി. അതിനെ എന്താക്കി മാറ്റി? ഒരു ഗോളം ആക്കി മാറ്റി. ഇതാണ് കേസ്. അപ്പോ അവിടെ തുല്യമാവുന്ന ഒന്നുണ്ട്. ഒരു വൃത്തസ്തൂപിക ഉരുക്കി ഒരു ഗോളമാക്കിയാൽ, ഒന്ന് ഉരുക്കി മറ്റൊന്നാക്കിയാൽ ആ രണ്ട് രൂപങ്ങളുടെയും വ്യാപ്തം തുല്യമായിരിക്കും. ഇതാണ് ആദ്യം അറിയേണ്ടത്. ആ രണ്ട് രൂപങ്ങളുടെയും എന്ത് തുല്യമായിരിക്കും? വ്യാപ്തം തുല്യമായിരിക്കും. വൃത്തസ്തൂപികയുടെ വ്യാപ്തത്തിനുള്ള ഫോർമുല 1/3 πr²h ആണ്. എളുപ്പമാണ്. 1/3 πr²h. എവിടെ നിന്നാണ് ഈ വൃത്തസ്തൂപികയ്ക്ക് 1/3 πr²h വരുന്നത്? അത് നമുക്ക് നോക്കാം. എവിടെ നിന്നാണ് വൃത്തസ്തൂപികയ്ക്ക് 1/3 πr²h വരുന്നത്? എപ്പോഴും നിങ്ങൾ വ്യാപ്തം കാണാൻ പാദവിസ്തീർണത്തെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. പാദവിസ്തീർണത്തെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പൊ നോക്കൂ, ഇങ്ങനത്തെ ഒരു സ്തംഭമുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇതിനെ ചതുരസ്തംഭം എന്നാണ് പറയുക. നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ കാണുന്ന പഴയ തൂണാണ് ഈ ചതുരസ്തംഭം എന്ന് പറയുന്നത്. ഇത് സമചതുരാണെങ്കിൽ സമചതുര സ്തംഭമാണ്, ചതുരമാണെങ്കിൽ അത് എന്ത് സ്തംഭമാണ്? ചതുരസ്തംഭമാണ്. അപ്പൊ നോക്കൂ, ഇതാണ് ആ സ്തംഭം എന്ന് പറയുന്നത്. കണ്ടുവോ? അങ്ങനത്തെ ഒരു സ്തംഭം കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ഒരു ചതുരം പോലെ. അപ്പൊ ഇതിന്റെ വ്യാപ്തം കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പാദം എന്താണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ പാദം സമചതുരായി തോന്നും. സമചതുരല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ചതുരമാണ്. അപ്പൊ ചതുരത്തിന്റെ വിസ്തീർണം, പാദ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഈ പാദം ഇതിന്റെ മുകളിൽ നിൽക്കണമെന്ന് വെച്ചാൽ അതിന്റെ വിസ്തീർണം അത് നമുക്കറിയാം. L/B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ പാദ വിസ്തീർണം കിട്ടി LB. അതിന്റെ ഉയരം എത്രയാണ്? h ആണ്. അപ്പൊ LBH. ഇത്രയേ ഉള്ളൂ വ്യാപ്തം കാണാൻ. എളുപ്പമാണ്. ഇത് ചതുരത്തിൻ്റെതാണ്. ഇത് സമചതുരമാണെങ്കിൽ അതെന്തായിരിക്കും? സമചതുരമാണെങ്കിൽ അതിന്റെ പാദ വിസ്തീർണം A² ആയിരിക്കും. അപ്പൊ A²h ആയിരിക്കും. ഇതന്നെ സമചതുര സ്തൂപികയായിട്ട് മാറും. സമചതുര സ്തൂപിക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. സമചതുര സ്തൂപിക എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് കൂമ്പായിട്ട് മാറും. കണ്ടുവോ? മറ്റോടത്ത് അടി മുതൽ മുകൾ വരെ ഒന്നുപോലെയാണ്. ഇവിടെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ സമചതുര സ്തൂപികയാവുമ്പോൾ ഈ A²hന്റെ അവിടെ 1/3 A²h എന്ന് കൊടുത്താൽ മതി. ഈ A²hന്റെ മുന്നിൽ 1/3 എന്ന് കൊടുത്താൽ മതി. ഇപ്പോ നമ്മൾ ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം പഠിച്ചു. അത് LBH ആണ്. സമചതുരസ്തംഭമാണെങ്കിൽ ആ LB എന്നുള്ളത് A² ആയിട്ട് മാറും. അത് സ്തൂപികയാണെങ്കിൽ അവിടെ അതിന്റെ മുന്നിൽ ഒരു 1/3 കൂടി ചേരും. സിമ്പിൾ അല്ലേ? ഇനി നേരെ തിരിച്ചു നോക്കൂ. മറ്റൊന്നിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്, മറ്റൊന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വൃത്തസ്തംഭം. ഇത് വൃത്തസ്തംഭമാണ്. ഈ വൃത്തസ്തംഭം വരുമ്പോൾ ഇതങ്ങനെ റൗണ്ട് ആയിട്ടാണ് വരിക. അവിടെ ഉരുണ്ട ആകൃതിയിലുള്ള ഒരു തൂണ്. അവിടെയും പാദ വിസ്തീർണത്തെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടുത്തെ പാദം എന്ന് പറഞ്ഞാൽ വൃത്തമാണ്. വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? πr² ആണ്. ഉയരം എന്താണ്? h ആണ്. ഇപ്പൊ πr² × h സമം πr²h എന്ന് കിട്ടി. ഇനി ഇത് വൃത്തസ്തൂപികയാകുമ്പോഴോ? വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ മുന്നിൽ എന്ത് ചെയ്താൽ മതി? ഒരു എന്ത് കൊടുത്താൽ മതി? 1/3 കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 1/3 πr² h എന്ന് കിട്ടും.
ഇപ്പൊ നമ്മൾ എന്തിൻ്റെ പഠിച്ചു? ഇതിനെയാണ്, ഈ വൃത്തസ്തൂപികേനെയാണ് കോൺ എന്ന് പറയുന്നത്. ഇത് വൃത്തസ്തൂപികയാണ്, ഇത് സ്തൂപികയാണ്. വൃത്തസ്തൂപികേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺ എന്ന് പറയുന്നത്. ഇതിനെയാണ് കോൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ ഓർക്കേണ്ടത് ഗോളമാണ്. ഗോളം എന്ന് പറയുമ്പോൾ ഗോളത്തിന്റെ വ്യാപ്തം ഓർത്തിരിക്കുക. ഗോളം എന്ന് പറഞ്ഞാൽ വ്യാപ്തം ഓർത്തിരിക്കുക. ഏതാണ്? 4/3 πr³ ആണ്. ഇത് തന്നെ അർദ്ധഗോളമായാൽ അതിന്റെ പകുതി കണ്ടാൽ മതി. 4ന്റെ പകുതി എടുക്കുക. 4ന്റെ പകുതി എത്രയാ? 2/3 πr³. സോ ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr³, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം 2/3 πr³, വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം πr²h, വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 πr²h, ചതുരസ്തംഭത്തിന്റെ വ്യാപ്തം LBH, സമചതുരസ്തംഭമാണെങ്കിൽ അത് A²h, സമചതുര സ്തൂപികയാണെങ്കിൽ 1/3 A²h. ഫോർമുലകൾ ഒക്കെ വ്യാപ്തത്തിനുള്ള ഫോർമുലകളാണ്. ഇവിടെ നമുക്കൊരു വൃത്തസ്തൂപികയെ ഗോളമാക്കി മാറ്റി. ഇപ്പൊ വൃത്തസ്തൂപികയുടെ വ്യാപ്തം നമുക്കറിയാം 1/3 πr²h ആണ്. ഗോളത്തിന്റെ വ്യാപ്തം 4/3 πr₁² എന്ന് ഞാൻ r₁³ ഞാൻ എന്ത് കൊടുക്കുന്നു? ഗോളത്തിന് 4/3 πr³ കൊടുത്തിട്ട് പിന്നെ ഇവിടെ എന്തേ r1 കൊടുത്തത്? ഇവിടെ ഒരു ആരത്തിനെ ഞാൻ വൃത്തസ്തൂപികയുടെ ആരത്തിനെ r എന്ന് എടുത്തതുകൊണ്ട് ഗോളത്തിന്റെ ആരത്തിനെ ഞാൻ r1 എന്നെടുത്തു. ആരെന്നും പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ r, ഇതാണ് ഇവിടുത്തെ r. ഇത് ഗോളമാണേ, ഇത് ഗോളമാണ് എന്ന് ഓർക്കുക, വൃത്തമല്ല കേട്ടോ. ഇവ തമ്മിൽ തുല്യമായിരിക്കും. ഒരു വൃത്തസ്തൂപിക ഉരുക്കി ഒരു ഗോളമാക്കിയാൽ രണ്ടിൻ്റെയും വ്യാപ്തം തുല്യമായിരിക്കും. അവിടെ നിന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ എന്താണ് വരുന്നത്? 24 സെന്റിമീറ്റർ ഉയരം, 6 സെന്റിമീറ്റർ റേഡിയസുമുള്ള ഒരു കോണാണ് ഉരുക്കിയത്. അപ്പൊ ഇവിടുത്തെ h എന്ന് പറയുന്നത് എന്താണ്? h എന്ന് പറയുന്നത് 24 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇവിടുത്തെ 6 കിട്ടി, h കിട്ടി. അപ്പോ നമുക്ക് 1/3 πr²h എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു പൈ ഇൻറ്റു r എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 മീറ്റർ ബേസ് റേഡിയസ് ആണ്. r² ഇൻറ്റു h സമം. ഇനി അത് ഗോളമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിൽ പുനർരൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടുത്തെ വ്യാപ്തം തുല്യമാണ് 1/3 πr²h എന്ന് പറഞ്ഞാൽ h ഇവിടെ തന്നിട്ടുണ്ട്. h എത്രയാണ്? 24 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഉയരം തന്നിട്ടുണ്ട്. സമം എത്രയാണ്? 4/3 πr³ ആണ്. രണ്ടോടത്തും പയ്യുണ്ട്, പയ്യനെയും വെട്ടി. രണ്ടോടത്തും അടിയിൽ 3 ഉണ്ട്, 3നെയും വെട്ടി. ഇപ്പൊ നോക്കൂ, ഫോർമുല എന്തായി മാറി? r² ഇൻറ്റു 24 സമം 4 ഇവിടെ അവശേഷിക്കുന്നുള്ളൂ ഇൻറ്റു r³ 4r³ എന്നായി മാറി. r² ഇൻറ്റു 24 സമം 4r³ എന്നായി മാറി. ഇവിടെ നോക്കൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗോളത്തിന്റെ ആരമാണ്. ഗോളത്തിന്റെ ആരമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം r² ഇൻറ്റു 24 സമം 4r³ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 4നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? r² ഇൻറ്റു 24 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 6 ആണ്. അപ്പൊ 4r³ എന്ന് കിട്ടിയില്ലേ? ഈ 4ഉം വെട്ടിപ്പോയോ? ഇനി നോക്കൂ, r² ഇൻറ്റു 6 എത്രയാ? r² ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? r² ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ അത് r³ ആണ്. സമം r³. ഇവിടെ നിന്ന് നമുക്ക് r എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. സോ സിമ്പിൾ ആണ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഫോർമുലകൾ ഓർക്കുക. ഉരുക്കുമ്പോ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഉരുക്കി കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം തുല്യമാവും എന്നും കൂടി ഓർക്കുക. എന്നിട്ട് രണ്ട് വ്യാപ്തത്തിന്റെയും ഇക്വേഷൻ കൊടുത്ത് കിട്ടിയ വിലകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാനുള്ളത് കിട്ടും. ഓക്കെ, ഇപ്പൊ ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിച്ചാൽ
അത് നിങ്ങളുടെ കയ്യിൽ പോരും. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഇതിന് സമാനമായ മറ്റ് 2 ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളം ഉരുക്കി 2 സെന്റിമീറ്റർ ആരമുള്ള എത്ര ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കാം? ഇവിടെ ഒരേ രൂപം തന്നെയാണ്, പക്ഷെ കൂടുതൽ എണ്ണത്തിലേക്കാണ് പോകുന്നത്. 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളം ഉരുക്കുന്നു. എന്നിട്ട് 2 സെന്റിമീറ്റർ ആരമുള്ള എത്ര ചെറിയ ലോഹഗോളങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം നമുക്കറിയാം, ഈ ചോദ്യം എവിടെയും വ്യാപ്തം തുല്യമാണ്. എന്തിന്റെ തുല്യമാണ്? വ്യാപ്തം തുല്യമാണ്. ആരുടെയൊക്കെ വ്യാപ്തം തുല്യമായിരിക്കും? ഈ വലിയ ഗോളത്തിൻ്റെയും ചെറിയ ഗോളത്തിൻ്റെയും വ്യാപ്തങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. നേരത്തേതുപോലെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നില്ല, രണ്ടും ഗോളം തന്നെയാണ്. പക്ഷെ വലിയ ഗോളത്തിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നു? ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ ഇവിടെ 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളമാണ് ഉരുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ലോഹഗോളം, വലിയ ഗോളത്തിന്റെ ആരത്തെ ഞാൻ R എന്ന് വിളിച്ചു. R = 10 സെന്റിമീറ്റർ ആണ്. ഇനി ചെറിയ ലോഹഗോളം ഉണ്ടാക്കുന്നുണ്ട്, അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. അതിന്റെ ആരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ചെറിയ ഗോളത്തിന്റെ ആരത്തെ ഞാൻ 2 സെന്റിമീറ്റർ എന്നും വിളിച്ചു. ഇപ്പൊ 10 സെന്റിമീറ്റർ ആരമുള്ള ഗോളമായതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തം എന്തായിരിക്കും? 10 സെന്റിമീറ്റർ ആരമുള്ള ഗോളമായതുകൊണ്ട് തന്നെ, ഒരു ലോഹഗോളമായതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തം എന്തായിരിക്കും? അതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ വ്യാപ്തം നമ്മൾ നേരത്തെ പഠിച്ചു, 4/3 πr³ ആയിരിക്കും. അവിടെ ഗുണിക്കാനും ഹരിക്കാനും നിൽക്കണ്ട, 4/3 π × 10³ എന്ന് തന്നെ കൊടുക്കുക. അവിടെ നിങ്ങൾ ഗുണിക്കാനും നിൽക്കണ്ട, അവിടെ കിടന്നോട്ടെ. അപ്പൊ ഇതാണ് നമുക്ക് ഇതിനെ ഉരുക്കിയാൽ കിട്ടുക. ഈ 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കിയാൽ ഇത്രയും മെറ്റൽ നമുക്ക് കിട്ടും. ഇത്രയും മെറ്റൽ നമുക്ക് കിട്ടും. ടണ്ണാണെങ്കിൽ ടണ്ണ്, മനസ്സിലായില്ലേ? കിലോഗ്രാം ആണെങ്കിൽ കിലോഗ്രാം, അത്രയും മെറ്റൽ കിട്ടും. ഇനി നമുക്ക് 2 സെന്റിമീറ്റർ ആരമുള്ള ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ അവിടുത്തെ വോള്യം, അവിടെ എത്ര വേണം അത് ഉണ്ടാക്കാനുള്ള വോള്യം? അത് 4/3 π ചെറിയ r³ ആണ്. സമം 4/3 π × ഇവിടെ ചെറിയ r എന്ന് പറഞ്ഞാൽ 2³ ആണ്. ഇനി നോക്കൂ, ഇത്രയും മെറ്റീരിയൽ നമ്മളെടുത്തുണ്ട്. ഒരു ചെറിയ ഗോളം ഉണ്ടാക്കാൻ ഇത്ര മെറ്റീരിയൽ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നറിയാൻ ഹരിച്ചാൽ മതി. ആരെ ഹരിച്ചാൽ മതി? നമുക്കറിയാം 4/3 π × 10³ എന്ന് പറഞ്ഞ വലിയ ഗോളം ഉരുക്കിയാൽ കിട്ടുന്ന നമ്മുടെ വ്യാപ്തത്തെ, അത്രയും മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത്രയുള്ളത് 4/3 π × 10³ മെറ്റീരിയൽ ഉണ്ട്. ഒരു ചെറിയ ഗോളം ഉണ്ടാക്കാൻ 4/3 π × 2³ മെറ്റീരിയലാണ് ആവശ്യം. ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോയി. ഇപ്പൊ നമുക്ക് 10³ × 2³ എന്ന് കിട്ടി. 10³ എന്ന് പറഞ്ഞാൽ 10 × 10 × 10 ആണ്. 2³ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. 10ൽ 2 5 പ്രാവശ്യം, ഈ 10ലും 2 5 പ്രാവശ്യം, ഈ 10ലും 2 5 പ്രാവശ്യം. സോ 5³ എന്ന് കിട്ടും. 5³ എന്ന് പറഞ്ഞാൽ 5 × 5 × 5 125 ആണ്. അതുകൊണ്ട് ആൻസർ നമുക്ക് എന്ത് കിട്ടും? 125 എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 14 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണ്? അപ്പോൾ 14 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യവും നമുക്ക് എന്ത് ചെയ്യണം? അവിടേക്കൊന്ന് ബോർഡിൽ കൊണ്ടുപോയി ചെയ്യാം, എന്നാലേ കിട്ടുള്ളൂ. ഒരു മിനിറ്റേ, ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. 14 സെന്റിമീറ്റർ വ്യാപ്തമുള്ള ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വരുന്നത് 14 സെന്റിമീറ്റർ ആണ്, വ്യാസമാണ് എന്ന് ഓർക്കണം കേട്ടോ. തന്നിട്ടുള്ളത് വ്യാസമാണ് തന്നിട്ടുള്ളത്.
ഇവിടെ തന്നിട്ടുള്ളത് 14 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസമാണ് തന്നിട്ടുള്ളത്. അർദ്ധഗോളമാണ്. അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഇതാണ് അർദ്ധഗോളം. ഞാൻ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം, ഒരു ഗോളത്തിന്റെ പകുതി, അർദ്ധഗോളത്തിന്റെ വ്യാപ്തം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് 2/3 πr³ ആണ്. ഇവിടെ വ്യാസമാണ് തന്നിട്ടുള്ളത്. വ്യാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സർക്കിൾ ആണെങ്കിൽ ആ സർക്കിളിന്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് വ്യാസം എന്ന് പറയുന്നത്. 14. വ്യാസത്തിന്റെ പകുതി ആയിരിക്കും ആരം. അപ്പൊ 14ന്റെ പകുതി 7 ആയിരിക്കും ഇവിടെ ആരം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ 2/3 പൈ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തന്നെ കടന്നോട്ടെ. പൈ ഇൻറ്റു r³ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 7 ആണ് എന്ന് കിട്ടി. 14ന്റെ പകുതി 7 ആണ് എന്ന് കിട്ടി. അപ്പൊ 7 ഇൻറ്റു 7. ഇനി ഇവിടെ നോക്കൂ, പൈ എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നിട്ടുണ്ട് 2/3. പൈയുടെ വില നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 22/7 ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. പൈക്ക് 2 വിലയാണ്. പൈക്ക് ഒരു വില 22/7 മറ്റൊരു വില 3.14 ഇത് ഏകദേശ വിലയാണ്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ വില 22/7 എന്ന് പറയുന്നത്. ഇപ്പൊ 2/3 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 ഈ 2 7 വെട്ടിപ്പോവല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക 2/3 ഇൻറ്റു 22 ഇൻറ്റു 7 എന്നാണ്. ഇതവിടെ കടന്നോട്ടെ, നിങ്ങൾ ഒന്നും ചെയ്യാൻ പോണ്ട. ഇതാണ് ഈ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ വ്യാപ്തം ഒന്നും ഇവിടെ ആവശ്യമില്ല. ഞാൻ വ്യാപ്തം എന്താണെന്ന് കാണാൻ നിങ്ങൾ ഇത് ഗുണിച്ചാൽ മതി. ഇവിടെ ഇത് ചോദിച്ചുള്ളത് ഉപരിതല വിസ്തീർണമാണ്. ഉപരിതല വിസ്തീർണത്തിനുള്ള ഫോർമുല എന്താ? ഞാൻ വ്യാപ്തം എങ്ങനെ കാണുക എന്നാ കണ്ടത് കേട്ടോ. ഇനി ഇത് ഗുണിച്ചാൽ മതി. ഇനി ഉപരിതല വിസ്തീർണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 3 πr² ആണ് കേട്ടോ. വ്യാപ്തം 2/3 πr³ ആണ്. അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 3 πr² ആണ്. അങ്ങനെ വരുമ്പോൾ 3 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ 22/7 r² എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആരം കണ്ടിട്ടുണ്ട് 7 ഇൻറ്റു 7 7 വെട്ടിപ്പോയി. ഇനി 3 22 എത്രയാണ്? 66 ആണ്. 66നെ നമ്മൾ 7 കൊണ്ട് ഗുണിച്ചാൽ മതി. 7 6 42. 7 6 42 4 46. സോ 462 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ വ്യാപ്തം എങ്ങനെയാ കാണുകയെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഉപരിതല വിസ്തീർണവും കാണാൻ പഠിച്ചു. ഗോളത്തിന്റെ വ്യാപ്തം എത്രയാ? അപ്പൊ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം 2/3 πr³. അതേസമയം അർദ്ധഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 3 πr². അതേസമയം നിങ്ങൾ ഓർക്കണം, ഗോളമാണെങ്കിൽ അതിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അതിന്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 4 πr² ആണ്. ഇവിടെ അർദ്ധഗോളമാകുമ്പോൾ അത് 4/3 എന്ന് പറയുമ്പോൾ 2/3 πr³ വരും. പക്ഷേ ഉപരിതല വിസ്തീർണം 4 πr² അല്ല വരിക. ഇതിന്റെ പകുതി അല്ല വരിക, 3 πr² വരും. കാരണം ഇവിടെ ഒരു പുതിയ വൃത്തം വരുന്നത് കൊണ്ടാണ്. ഇവിടെ ഒരു വൃത്തം വരും. അത് ഈ 2 πr² ഈ പുതുതായി വരുന്ന πr² ചേർന്നാണ് അത് എന്തായിട്ട് മാറുന്നത്? 3 πr² ആയിട്ട് മാറുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം അവിടേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒറ്റയാനെ കണ്ടെത്തുക. 24 72 36 തന്നിട്ടില്ലേ ഓപ്ഷൻ? 128 കൂടി എടുത്തോളൂ. ഇപ്പൊ ഇവിടെ ഈ സംഖ്യകളിലൊക്കെ എന്താണ്? ഈ സംഖ്യകളിൽ നോക്കൂ, വർഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1ന്റെ വർഗം 1 ആണ്. 2ന്റെ വർഗം 2² 4 ആണ്. 3ന്റെ വർഗം 9 ആണ്. 4ന്റെ വർഗം 16 ആണ്. 5ന്റെ വർഗം 25 ആണ്. സോ 24 ഒരു വർഗമല്ല. കാരണം 1 4 9 16 25. അത് കഴിഞ്ഞാൽ 36 ഒരു വർഗമാണ്. അത് കഴിഞ്ഞാൽ 6² ആണ്. 7² 49 ഒരു വർഗമാണ്. 8² 64 ഒരു വർഗമാണ്.
9 സ്ക്വയർ 81 ഒരു വർഗമാണ്, അതുകൊണ്ട് തന്നെ 72 വർഗമല്ല. ഇനി 10 സ്ക്വയർ 100 ഒരു വർഗമാണ്, 11 സ്ക്വയർ 121 ഒരു വർഗമാണ്, 12 സ്ക്വയർ 144 ഒരു വർഗമാണ്, അതുകൊണ്ട് 122 വർഗമല്ല. അതുകൊണ്ട് ഇവിടെ പൂർണ്ണവർഗമായ ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ, അതേതാണ്? 36. സിമ്പിളാണ്. ഇങ്ങനെ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളത് ഇങ്ങനെ പരിശീലിച്ചാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വർഗങ്ങളുടെ പാറ്റേൺ വന്ന് ഒറ്റയാനെ കണ്ടെത്താൻ പറയും. ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നോക്കിയാൽ ഞാൻ അഭാജ്യ സംഖ്യകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ എടുത്ത് നോക്കുമ്പോൾ 2 അഭാജ്യ സംഖ്യയാണ്. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയും 2 ആണ്. ഇരട്ട സംഖ്യയായ ഏക അഭാജ്യ സംഖ്യയും 2 ആണ്. 2 കഴിഞ്ഞാൽ 3 അഭാജ്യ സംഖ്യയാണ്, 5 അഭാജ്യ സംഖ്യയാണ്. പക്ഷേ 9 അഭാജ്യ സംഖ്യയല്ല, 11 അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് ഇവിടെ 9 ആണ് ഒറ്റയാൻ ആയിട്ട് വരിക. ഇനി നേരത്തെ സ്ക്വയറുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ക്യൂബുകളുടെ ശ്രേണിയും വരാറുണ്ട്. ഇപ്പോൾ 1 ക്യൂബ് 1 ആണ്, അപ്പോൾ 1 ക്യൂബാണ്. 2 ക്യൂബ് 8 ആണ്, അപ്പോൾ 8 ക്യൂബാണ്. 3 ക്യൂബ് 27 ആണ്, അപ്പോൾ 27 ക്യൂബാണ്. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്, 64 ക്യൂബാണ്. അടുത്ത ക്യൂബ് വരിക 5 ക്യൂബ് 125 ആണ്, പക്ഷേ 100 ക്യൂബല്ല. അതുകൊണ്ട് ഇവിടെ ഒറ്റയാൻ 100 ആണ്. അപ്പോൾ വർഗങ്ങളുടെ അല്ലെങ്കിൽ ക്യൂബുകളുടെ ഒരു ഗ്രൂപ്പ് തന്നിട്ട് അതിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്താൻ പറയും. അടുത്തത് നോക്കൂ, 0, 6, 24, 60. ഈ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ക്യൂബിൽ നിന്ന് സംഖ്യ കുറച്ചതാണത്. 1 ക്യൂബ് മൈനസ് 1. 1 ക്യൂബ് എത്രയാ? 1. 1 1 കുറച്ചാൽ എത്രയാ? 0. അടുത്തത് 2 ക്യൂബ്, അതിന് 2 കുറച്ചാൽ. അതെങ്ങനെ ഓർമ്മയിൽ വരുന്നത്? ഇതിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ ശ്രേണി കണ്ടാൽ മനസ്സിലാവും. 2 ക്യൂബ് 8 ആണ്, 8ൽ നിന്ന് 2 കുറച്ചാൽ 6 ആണ്. അടുത്തത് 3 ക്യൂബ്, 3 ക്യൂബിൽ നിന്ന് 3 ആണ്, 3 ക്യൂബ് 27 ആണ്, അതിൽ നിന്ന് 3 കുറച്ചാൽ 24 ആണ്. അടുത്തത് ഏതാ വരുന്നത്? 4 ക്യൂബാണ്. 4 ക്യൂബിൽ നിന്ന് 4 കുറച്ചാൽ 4 ക്യൂബ് 64 ആണ്, 64 4 കുറച്ചാൽ 60 ആണ്. അടുത്തത് 5 ക്യൂബാണ്, അത് 125 ആണ്. 125 5 കുറച്ചാൽ 120 ആണ്. സോ ആൻസർ എന്താണ് വരിക? 120 എന്നാണ് ആൻസർ വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 1 8 27 64. ഇതൊന്നുമല്ല, നമ്മൾ നേരത്തെ പഠിച്ചു. 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് 64 ആണ്. അപ്പൊ 5 ക്യൂബ് 125 എന്ന് വരും. സോ ആൻസർ 125 ആണ്. അടുത്ത ചോദ്യം 2 12 36 80. നമ്മൾ നേരത്തെ n ക്യൂബ് മൈനസ് n, ഒന്നിന്റെ ക്യൂബിൽ നിന്ന് അതേ സംഖ്യ തന്നെ കുറയ്ക്കുക. മറ്റൊന്നാണ് n സ്ക്വയർ പ്ലസ് n ക്യൂബ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പരിചയമാവും. അപ്പൊ 1ന്റെ സ്ക്വയർ ഇവിടെ നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. 1ന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ പ്ലസ് 1 ക്യൂബ്, രണ്ടും 1 ആയതുകൊണ്ട് 1 1 2. അടുത്തത് 2ന്റെ സ്ക്വയർ പ്ലസ് 2 ക്യൂബ്. 2ന്റെ സ്ക്വയർ 4 ആണ്, 2 ക്യൂബ് 8 ആണ്, 4ഉം 8ഉം 12 ആണ്. ഓക്കെ. അടുത്തത് 3ന്റെ സ്ക്വയർ പ്ലസ് 3 ക്യൂബ്. 3ന്റെ സ്ക്വയർ 9 ആണ്, 3 ക്യൂബ് 27 ആണ്, 36. അടുത്തത് 4 ക്യൂബ് പ്ലസ് 4 സ്ക്വയർ. അപ്പോൾ n ക്യൂബ് പ്ലസ് n സ്ക്വയർ. അപ്പോൾ 4 ക്യൂബ് 64, 64നോട് 16 കൂട്ടിയാൽ 80. അതുകൊണ്ട് തന്നെ 5 ക്യൂബ് പ്ലസ് 5 സ്ക്വയർ ആണ് അടുത്തത് വരിക. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 125ഉം 25ഉം കൂടി കൂട്ടിയാൽ 150 എന്ന് ആൻസർ വരും. ഓക്കെ. അടുത്തത് WFB, TGD, QHG. എന്താണ് ഇവിടെ വരുന്നത്? WFB. ഈ WFBയിൽ നിങ്ങൾ നോക്കൂ, Wയിൽ നിന്ന് T ആയിട്ട് മാറുന്നു. Tയിൽ നിന്ന് പിന്നീട് എന്തായിട്ട് മാറുന്നു? Q ആയിട്ട് മാറുന്നു. അതായത് Wയിൽ നിന്ന് 3 അക്ഷരം കുറഞ്ഞതാണ് ഏതെന്ന് പറയുന്നത്? T എന്ന് പറയുന്നത്. Tയിൽ നിന്ന് 3 അക്ഷരം കുറഞ്ഞതാണ് Q എന്ന് പറയുന്നത്. നിങ്ങൾ ലെറ്റർ എടുത്ത് നോക്കൂ. ഇപ്പൊ നോക്കൂ, ഇവിടെ TUVW. ആ Wയിൽ നിന്ന് 3 അക്ഷരം കുറഞ്ഞ T ആയി.
അതുപോലെ തന്നെ QRST ടിയിൽ നിന്ന് 3 അക്ഷരം കുറഞ്ഞ Q ആയി. അപ്പൊ ക്യൂവിൽ നിന്ന് 3 അക്ഷരം കുറയണം. ക്യൂവിൽ നിന്ന് 3 അക്ഷരം കുറച്ച് നോക്കൂ. ക്യൂവിൽ നിന്ന് 3 അക്ഷരം കുറച്ചാൽ N ആണ് കിട്ടുക. അതുകൊണ്ട് ഇതൊഴിവായി. ആദ്യത്തെ അക്ഷരം ഇവിടെ N ആയിരിക്കണം. അപ്പൊ N തുടങ്ങണം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നാവും. ഇനി നോക്കൂ, ഇവിടെ F കഴിഞ്ഞാൽ G കഴിഞ്ഞാൽ H. അപ്പൊ അടുത്ത എന്താ വരിക? I ആണ് വരിക. അപ്പൊ NI. അപ്പൊ നമുക്ക് ഇതും ഒഴിവായി. ഇനി ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇനി ഇവിടെ നോക്കൂ, B കഴിഞ്ഞാൽ D കഴിഞ്ഞാൽ G. എങ്ങനെയാണ്? B നോട് 2 കൂട്ടിയാലാണ് D. BCD കണ്ടുവോ? ഇനി D നോട് 2 കൂട്ടിയാൽ DEF. F നോട് 2 കൂട്ടിയാൽ GH, FGH അല്ലേ? അപ്പൊ ഇവിടെ H വരത്തി. ഇനി H നോട് 2 കൂട്ടിയാൽ IJ. എന്ത് കിട്ടി? J എന്ന് കിട്ടി. സോ ആ ആൻസർ എന്ന് പറയുന്നത്, ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. അവിടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നും കൂടി നോക്കാം. ഇവിടെ BCD EFG, ഇവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇവിടെ BCD, ഇവിടെ ഒരു ചെറിയ പ്രശ്നം. ഞാൻ ചെയ്തോടത്താണ് തെറ്റ്. ചെയ്തോടത്തൊരു ചെറിയ തെറ്റുണ്ട്. ചെയ്തോടത്ത് ചെറിയ തെറ്റുണ്ട്. ആ ശ്രദ്ധിക്കണേ. DEFGH ആണ് വരുന്നത്. അതായത് ആദ്യത്തെ അക്ഷരങ്ങൾ എടുക്കുക. ആദ്യത്തെ അക്ഷരം എടുക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം ഇവിടെ വരുന്നത് W ആണ്. അടുത്തത് T ആണ്. അടുത്തത് Q ആണ്. അത് 3 വെച്ചിട്ട് തന്നെ 3 വെച്ച് കൂടുന്നു, അല്ല 3 വെച്ച് കുറയുന്നു. ആ 3 വെച്ച് കുറയുമ്പോൾ ഇവിടെ N കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി. MNOPQ RSUV. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് B ആണ്. പിന്നെ ഇവിടെ D ആണ്. ഇവിടെ ഏതാണ് വരുന്നത്? ഇവിടെ H ആണ്. ഇവിടെ കൂടുന്നത് ഇവിടെ CD എന്ന് പറഞ്ഞാൽ 2 ആണ് കൂടിയത്. ഇവിടെ EFGH, അപ്പൊ ഇവിടെ 4 ആണ് കൂടിയത് Hലേക്ക് എത്തുമ്പോൾ. അപ്പൊ 2 എണ്ണം കൂടി 4 എണ്ണം കൂടി അടുത്തത് 8 എണ്ണം കൂടണം. അപ്പോ IJKLMNOP 8 എണ്ണാണ് കൂടേണ്ടത്. അപ്പൊ അവിടെ ഏതാണ് കിട്ടുക? നമുക്ക് ഒന്നും കൂടി പറയാം. ഇവിടെ രണ്ടാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ എഫിൽ നിന്ന് ഇവിടെ FGH ആണ്. എൻ്റെ അടുത്ത് ഒന്നും അല്ല. ഈ BDGയിൽ തന്നെ വരിക 8 എണ്ണാണ് കൂടുക. അപ്പോൾ Hനോട് എന്ത് കൂട്ടണം? ഇവിടെ Bയിൽ നിന്ന് Dയിലേക്ക് 2 കൂടി, Dയിൽ നിന്ന് പിന്നീട് എന്ത് കൂടി? 3 ആണ് കൂടിയത്. EFGH. എന്തോ ഒരു തെറ്റുണ്ടല്ലോ. D കഴിഞ്ഞാൽ G. ഞാൻ എഴുതുന്നത് മുഴുവൻ തെറ്റുന്നുണ്ട്. സോറി, എഴുതുന്നത് മുഴുവൻ എടുക്കുന്നത് മുഴുവൻ തെറ്റുണ്ട്. രണ്ടാമത്തെ അക്ഷരം ഇവിടെ എന്ന് പറയുന്നത് വേഗം തീർക്കണം, സമയം കൂടി എന്നുള്ളതുകൊണ്ടാണ്. FGH ആണ്. അപ്പോൾ ഇവിടെ INA കിട്ടുക. ഇതെന്താ കിട്ടുക? N കിട്ടി, ഇത് I കിട്ടി. ഇവിടെ വരുന്നത് B നോട് 2 എണ്ണം കൂട്ടിയപ്പോൾ നമുക്ക് D കിട്ടി. D നോട് എന്ത് കൂട്ടിയാൽ? D നോട് 3 കൂട്ടിയാലാണ് EFG. ഇവിടെ G കിട്ടി. അപ്പൊ G നോട് 4 കൂട്ടണം. HIJK. സോ NIK എന്നാണ് ഉത്തരം. അതുകൊണ്ട് B ആണ് ഉത്തരം. ഇനി ഇവിടെ എങ്ങനെയാ സംഭവിക്കുന്നത്? ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നു. ഒന്നാമത്തെ സംഖ്യ A എന്ന് B ആയി, B C ആയി, C D ആയി. അതുകൊണ്ട് തന്നെ ഇവിടെ വരിക E ആയി. ഇനി ഇവിടെയോ? ഇവിടെ നോക്കൂ, Z എന്ന് Y ആയി, പിറകോട്ട് പോവാണ്. Y എന്ന് X ആയി, X എന്ന് എന്തായി? W ആയി. Wന്റെ മുന്നിലിട്ടുള്ള അക്ഷരം ഏതാണ്? V ആണ്. അതുകൊണ്ട് EV എന്നാണ് അവിടെ ആൻസർ കിട്ടുക. അവിടുത്തെ ആൻസർ ഏതാണ്? EV ആണ്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ BC ആയി, BC ആകുന്നു, CD ആകുന്നു. അതുകൊണ്ട് തന്നെ DE ആകും. ഇനി ഇവിടെ 2, 3, 4, ഇവിടെ എന്ത് വരും? 5 വരും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ DE ആയി, EF ആയി, FG ആയി, E5G ഇതാ ഇവിടെ വരുന്നു. അതുകൊണ്ട് E5G ആണ് അവിടെ ആൻസർ കിട്ടുക. 6/9/2022 മുതൽ 8 മാസം 7 ദിവസം പൂർത്തിയാക്കുന്ന ദിവസം. ഇപ്പൊ 6/9/2022
8 മാസം പൂർത്തിയാവുക എന്നാ 9-ാം മാസത്തോടെ 8 എണ്ണം കൂട്ടുക. 9 + 8 9 + 8 കൂട്ടുമ്പോൾ 17 കിട്ടുക. പക്ഷെ ഒരു വർഷത്തിൽ 12 മാസമേ ഉള്ളൂ. അപ്പൊ 12 കുറച്ച് അടുത്ത വർഷം എടുക്കുക. ബാക്കി എത്ര ഉണ്ട്? 5 ഉണ്ട്. അപ്പൊ 2023 എടുക്കുക. എന്താ അവിടെ 5 കിടക്കാനുള്ള കാരണം? അടുത്ത വർഷത്തേക്ക് മാറി 12 ബാലൻസ് എത്രയാണ്? 5. ഇനി 6-ാം തീയതി ആകുമ്പോഴേക്ക് ആ വർഷം കഴിഞ്ഞു. ഒരു വർഷം പൂർത്തിയാകുന്നത് എന്നാണ്? 5/5/2023 8 മാസം കഴിഞ്ഞു. ഇനി എത്ര കാണണം? ഇനി 7 ദിവസം വേണം. ഈ 5നോട് 7 കൂട്ടുക. 5നോട് 7 കൂട്ടിയാൽ 12 സോ 12/5/2023 എന്ന ആൻസർ കിട്ടും. സിമ്പിളാണ്. 12/5/2023 എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം 15/3/2021 ശേഷം 3 മാസം 10 ദിവസം കഴിഞ്ഞുള്ള തീയതി എത്രയാണ്? 15/3/2021 15/3/2021 ശേഷം 3 മാസം കഴിഞ്ഞു. അപ്പൊ എത്ര കിട്ടും? 14/6/2021 എന്ന് കിട്ടും. ഇനി 14നോട് 10 ദിവസം കൂടി കഴിയണം. അപ്പോ 24/6/2021 എന്ന് കിട്ടും. ഇവിടെ ആൻസർ ഇല്ല. 15/3/2021 ശേഷം 3 മാസം കഴിഞ്ഞാൽ 14/6/2021, അതിനോട് 10 ദിവസം കൂട്ടിയാൽ 24/6/2021 കിട്ടുക. 25 അല്ല കേട്ടോ. ഓക്കെ. ഒരു വർഷം ഫെബ്രുവരി 15 തിങ്കളാഴ്ചയാണെങ്കിൽ അതേ വർഷം മെയ് 15 ഏത് ദിവസമായിരിക്കും? അപ്പോൾ അവിടെ ഫെബ്രുവരി 15 ആണ്. ഇതൊരു സാധാരണ വർഷമായതുകൊണ്ട് ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 15-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കിട്ടും? 13 എന്ന് കിട്ടും. ഇനി ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആണെങ്കിൽ അത് 31 ദിവസമാണ്. അത് കഴിഞ്ഞ് ഏപ്രിൽ വരും. ഏപ്രിൽ നിങ്ങൾക്കറിയാം 30 ദിവസമാണ്. ഇനി മെയ് 15 ആണ്. മെയ് 15ലേക്ക് എത്താൻ 15 ദിവസം കൂടിയും വേണം. ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 89 എന്ന് കിട്ടും. 5 1 6 3 9 3 3 4 3 7 1 8 89. ഇനി 89നെ നിങ്ങൾ 7 കൊണ്ട് ഹരിക്കുക. 89നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 7 7, ബാലൻസ് 19, 2 7 14. അപ്പോൾ 5 ഓഡ് ഡേയ്സ് എന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ തിങ്കളാഴ്ചയോട് ആ 5 ഓഡ് ഡേയ്സ് കൂട്ടിയാൽ മതി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ എന്തിൽ തന്നിട്ടുണ്ട്? നിങ്ങൾക്ക് സെക്ഷൻ 3-ൽ തന്നിട്ടുണ്ട്, പാർട്ട് 3-ൽ തന്നിട്ടുണ്ട്. അപ്പോൾ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി ഏതാഴ്ചയായിരിക്കും? ശനിയാഴ്ചയായിരിക്കും. ഓക്കെ. ഇവിടെ നോക്കൂ, ചോദ്യം 5. ഇവിടെ നോക്കൂ, E = 5. ഇത് ABCD E വരുമ്പോൾ അവിടെ ഈയുടെ വില എത്രയാണ് വരുന്നത്? 5 ആണ് വരുന്നത്. ഇത് ഓർത്തു വെക്കാൻ ഒരു സംഭവമുണ്ട്, ഇജോട്ടി. ഇത് ഓർത്തു വെച്ചാൽ മതി. ഇക്ക് വില 5, ജെക്ക് വില 10, ഒക്ക് വില 15, ടിക്ക് വില 20, വൈക്ക് വില 25. അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കൂ, പെന്ന് ഇവിടെ O ആണ്. O കഴിഞ്ഞിട്ടാണ് P വരുന്നത്. P എന്ന് പറഞ്ഞാൽ 16 ആണ്. E എന്ന് പറഞ്ഞാൽ 5 ആണ്. N എന്ന് പറഞ്ഞാൽ നോക്കൂ, MNOP. ഓൻ്റെ മുന്നിലാണ് N വരുന്നത്. അപ്പോൾ 14. 16ഉം 14ഉം 30ഉം 5ഉം 35. കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ പേജ് എന്തായിരിക്കും? P 16 ആണ്. എക്ക് 1 ആണ് അല്ലേ? ഇനി G എന്ന് പറഞ്ഞാൽ E കഴിഞ്ഞിട്ടാണ് G, FG. അപ്പോൾ അത് G 7 വരും. അത് കഴിഞ്ഞ് വീണ്ടും E വരുന്നുണ്ട്. E എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 16 1 17 7 24 5 29 ആണ് ആൻസർ വരിക. സോ ദ ആൻസർ ഈസ് 29. ഇജോട്ടി വെച്ച് അത് ചെയ്താൽ മതി. ആദ്യം ഇജോട്ടി വെച്ചിട്ടുള്ളത് തന്നെയല്ലേ നോക്കുക. ഇവിടെ ക്യാറ്റ് 24 ആണ്. സിക്ക് 3 ആണ് വില. എക്ക് 1 ആണ്. ഇജോട്ടി എടുക്കുക. ഇജോട്ടി എടുക്കുമ്പോൾ ടി എത്ര വരുന്നത്? 5 10 15 20. സോ 20 1 21 3 24 ആണ്. അപ്പൊ ഡോഗ് എന്തായിരിക്കും? അവിടെ ഡോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം D 4 ആണ്. O എന്ന് പറഞ്ഞാൽ 15 ആണ്. G എന്ന് പറഞ്ഞാൽ E കഴിഞ്ഞ Fഉം G ആണ് 7 ആണ്. 4 കൂട്ടണം 15 കൂട്ടണം 7 എത്രയാ? 19ഉം 7ഉം 26. ബാറ്റ് 23 ആണെങ്കിൽ മാറ്റ് എത്രയാണ്? ബാറ്റിൽ നമുക്കറിയാം B 2 ആണ്, A 1 ആണ്, T 20 ആണ്. സോ 20ഉം 1ഉം 21ഉം 2ഉം 23 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാറ്റ് എന്തായിരിക്കും? M കിട്ടണമെങ്കിൽ ഇജോട്ടി എടുക്കുക. IJKLMNO ആണ്. MNO ആണ്. അതിൽ O 15 ആണ്.
അപ്പം അത് 13 എന്ന് വരും. എം 13 കിട്ടി, എ 1 കിട്ടി, ടി എത്ര കിട്ടി? 20 കിട്ടി. 20 1 21 13 34 എന്ന് കിട്ടും. സോ ഇവിടെ ആൻസർ 34 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്ലാസ്സുകൾ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കോഴ്സുകളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ കണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ എന്ന്. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. VFA ബെവ്കോ LDC 2077 വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഒപ്പം കൂടിക്കോ, നമുക്കിത് ക്രാക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.